ഇതുപോലത്തെ കോമഡി രംഗങ്ങളൊക്കെ കണ്ടു ചിരിക്കാൻ എന്തൊരു രസമല്ലേ. പക്ഷേ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പേടിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ഒന്ന് ഉറക്കെ ചിരിച്ചാൽ എങ്ങാനും മൂത്രം പോയാലോ എന്ന് പേടിച്ച് അഡൾട്ട് ഡൈപ്പറുകളും ഇട്ട് റൂമിൻ്റെ അകത്ത് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതിനെയാണ് പറയുന്നത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു നമുക്കൊന്ന് നോക്കാം. ഈ ബലൂണാണ് മൂത്രസഞ്ചി. മൂത്രം പുറത്തു വരുന്ന കുഴലാണ് യൂറത്ര എന്ന് പറയും. ഈ മൂത്രസഞ്ചിയും കുഴലും തമ്മിൽ ഒരു വാൽവ് മെക്കാനിസം ഉണ്ട്. സാധാരണ സ്ത്രീകളിൽ യോണി കൊടുക്കുന്ന ഒരു സപ്പോർട്ടും പെൽവിക് മസിൽസ് കാരണം ഒരു വാൽവ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ മൂത്രസഞ്ചിയിൽ എത്രത്തോളം പ്രഷർ വന്നു കഴിഞ്ഞാലും മൂത്രം പുറത്തേക്ക് വരില്ല. പക്ഷെ ചില കാരണങ്ങളിൽ, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള നോർമൽ ഡെലിവറിയോ അതോ ഗർഭപാത്രം ഇറങ്ങി വരുന്ന സ്ത്രീകളിലോ അതോ പ്രായമോ മെനോപോസ് കാരണം യോണിയുടെ സപ്പോർട്ട് കുറഞ്ഞ സ്ത്രീകളിൽ ഈ വാൽവ് മെക്കാനിസത്തിന് ഒരു ക്ഷീണം വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ചുമയ്ക്കോ ചിരിക്കോ തുമ്മുന്ന സമയത്തെല്ലാം മൂത്രസഞ്ചിയിൽ വരുന്ന പ്രഷർ കാരണം യൂറിൻ പുറത്തേക്ക് ചാടിപ്പോകും. ഇതിനാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് പറയുന്നത്. പഴയ കാലങ്ങളിലെല്ലാം ഇതിന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വളരെ എളുപ്പമായിട്ട് PRPയും ലേസർ ട്രീറ്റ്മെൻറ്റ്സിലൂടെ എല്ലാം ഇത് പരിഹരിക്കാം. അപ്പോൾ മൂത്രം പുറത്തേക്ക് ചാടിപ്പോകുമെന്ന് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇനി പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല.